ഫാത്തിമ തഗ്ലിയ 5000 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. ഭൂരിപക്ഷം 5000 കടന്നു. UDF സ്ഥാനാർത്ഥി 2019 വോട്ടുകൾക്ക് 4 റൗണ്ട് പിന്നിടുമ്പോൾ ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി പിന്നിൽ പോകുന്നു. മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഏറ്റവും സേഫ് ആയിടത്ത് ചിഞ്ചുറാണി പിന്നിൽ പോവുകയാണ്. 4 റൗണ്ട് പിന്നിടുമ്പോൾ 2019 വോട്ടുകൾക്ക് പിന്നിൽ. കുന്നത്തുനാട് VP സജീന്ദ്രൻ തിരിച്ചുപിടിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ മണ്ഡലം ഇത്തവണ 2020യുടെ വോട്ടുകൾ എങ്ങനെ വിഭജിക്കുമെന്ന് ആശയക്കുഴപ്പം സൃഷ്ടിച്ച മണ്ഡലമായിരുന്നു. പക്ഷെ കുന്നത്തുനാട് ആറന്മുളയിൽ അബിൻ വർക്കി ലീഡ് ഉയർത്തുന്നു. 5 റൗണ്ട് പിന്നിടുമ്പോൾ 4882 വോട്ടിലേക്ക് ആറന്മുളയിൽ അബിൻ വർക്കി ജയിക്കും, വീണയാർ തോക്കും. ആറന്മുളയിൽ അബിൻ വർക്കി ജയിക്കും, വീണയാർ തോക്കും. സജീന്ദ്രൻ 3 റൗണ്ട് പിന്നിടുമ്പോൾ 853 വോട്ടിന്. ചാത്തന്നൂരിൽ വീണ്ടും CPI സ്ഥാനാർത്ഥി മുന്നിൽ, രാജേന്ദ്രൻ മുന്നിൽ 14 വോട്ടിന്. ചാത്തന്നൂരിൽ വീണ്ടും ശക്തമായ പോരാട്ടം. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല 4 റൗണ്ട് പിന്നിടുമ്പോൾ 2058 വോട്ടിന് മുന്നിൽ. പാലായിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. 4000-ലധികം വോട്ടുകൾ, അതായത് ജോസ് കെ മാണിയെ 4000-ലധികം വോട്ടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മാണി സി കാപ്പൻ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ അവസാന ലാപ്പിലേക്ക്. ആലപ്പുഴയിൽ വൻ അട്ടിമറി. തോമസിന്റെ ഭൂരിപക്ഷം ഇപ്പോ 5540. വലിയ അട്ടിമറിയാണ്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ അടിച്ചു നിരത്തിയ AD തോമസ് ഇനി നിയമസഭയിൽ ഇരിക്കും പിണറായി വിജയനൊപ്പം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പാലായിൽ 6 റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ 4754 വോട്ടിന് കാപ്പൻ മുന്നിലാണ്. തലപ്പലം പൂർത്തിയായിരിക്കുന്നു. കൊട്ടാരക്കരയിൽ കേവലം 89 വോട്ടുകളുടെ മേൽക്കൈ മാത്രമാണ് ഈ ഘട്ടത്തിൽ KN ബാലഗോപാലിനുള്ളത്. ഐഷ പോറ്റിയുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 37,000 വോട്ട് ലീഡ് മാത്യു കുഴൽനാടന്റെ ലീഡ് 37,000. കേരളത്തിൽ ഏറ്റവും അധികം ലീഡ് നേടിയ സ്ഥാനാർത്ഥിയായി ഇപ്പോ മാത്യു കുഴൽനാടൻ. മൂവാറ്റുപുഴയിൽ പ്രളയമെന്ന് പറഞ്ഞ വ്യക്തിയാണ് മാത്യു കുഴൽനാടൻ. അത് ആ ഭൂരിപക്ഷം മറികടക്കണമെങ്കിൽ നമ്മുടെ ചാണ്ടിയുമ്പം വിചാരിക്കണം. 37,000 N അരുണായിരുന്നു CPIയുടെ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ CPI വിജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ്. എൽദോയിലൂടെ വിജയിച്ചു കയറിയ മണ്ഡലമാണ് മൂവാറ്റുപുഴ. അവിടെ N അരുൺ എന്ന യുവ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോഴും രക്ഷയില്ല. പിണറായിയുടെ ഏറ്റവും വലിയ വിമർശകൻ ആയിട്ടുള്ള നേതാവിനെ തന്നെയാണ് മൂവാറ്റുപുഴ ഇത്തവണയും മാത്യു കുഴൽനാടനെ തന്നെയാണ് ഒരിക്കൽ കൂടി നിയമസഭയിലേക്ക് മൂവാറ്റുപുഴ തെരഞ്ഞെടുത്ത് അയക്കുന്നത്. തൃത്താലയിൽ VT ബൽറാം ഇപ്പോഴും മുന്നിൽ തന്നെയാണ്. 2000-ലധികം വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് 1575 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം മേൽക്കൈ 16,412 എന്ന നിലയിലേക്ക് ഉയർത്തുകയാണ്. പയ്യന്നൂരിൽ TI മധുസൂദന്റെ ലീഡ് 310 കുറഞ്ഞിരിക്കുന്നു. 40,000-ലധികം വോട്ടായിരുന്നില്ല. പയ്യന്നൂർ അത്ഭുതം. മധുസൂദന്റെ ലീഡ് കുറഞ്ഞു, 310. പയ്യന്നൂരിൽ വലിയ അത്ഭുതം. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി. പയ്യന്നൂർ വലിയ അത്ഭുതം. TI മധുസൂദന്റെ ലീഡ് 313. അവിടെ വലിയ തോതിൽ വോട്ട് പിടിക്കുന്നു. 310 കുറയുന്നു. അവിടെ CPM-ന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ വോട്ട് പിടിക്കുന്നു. അവിടെ 310 TI മധുസൂദൻ ലീഡ് കുറയുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട പയ്യന്നൂരും തളിപ്പറമ്പും CPM-നെ കൈവിടുമോ? TI മധുസൂദനൻ തളിപ്പറമ്പ് ലീഡ് ചെയ്യുന്നു. ഇവിടെ പയ്യന്നൂരിൽ മധുസൂദന്റെ ലീഡ് കുറയുന്നു. വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കണ്ണൂരിൽ ഉണ്ടാകുന്നു. ലീഡ് ചെയ്യാണ് തവനൂരിൽ 7156 വോട്ടിന്. 4ാമത് മത്സരിക്കാൻ ഇറങ്ങിയ വേണ്ടാന്ന് വെച്ചിറങ്ങിയ KT ജലീലിന് നാണക്കേടാണ്. KT ജലീൽ പിന്നിട്ട് നിൽക്കുകയാണ്. റോഷി അഗസ്റ്റിൻ ഏതാണ്ട് തോൽവി മണക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. തോൽവി മണക്കുന്നു. 10,000-ലധികം വോട്ടുകൾക്ക്. ബാലഗോപാലിന് കേവലം 143 വോട്ട് മാത്രം ലീഡ്. കൊട്ടാരക്കരയിൽ കേവലം 143 വോട്ട് മാത്രം ലീഡ്. പക്ഷെ നെടുമങ്ങാട് GR അനിൽ ഏതാണ്ട് വിജയിച്ചു കയറുമെന്ന് ഉറപ്പിക്കുകയാണ്. 5000 ആകെ വോട്ടാണ് നമ്മള് ലീഡായിട്ട് പറഞ്ഞത്. 3 റൗണ്ടിൽ അല്ലേ? 3 റൗണ്ട് ലീഡാണ്. പക്ഷെ ലീഡാണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ 1397 വോട്ടുകൾക്ക് ലീഡ്. നജീബ് കാന്തപുരം ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം ഏതാനും വോട്ടുകൾക്ക് മാത്രം 38 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ച നജീബ് കാന്തപുരം ഇത്തവണ വലിയ മുന്നേറ്റമാണ് അവിടെ നടത്തുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് 2000 കടന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് 2000 കടന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. പാറശാലയിൽ CK ഹരീന്ദ്രൻ 3459 വോട്ടുകൾ ലീഡ് ചെയ്യുന്നു. പാറശാലയിൽ
കാട്ടാക്കടയിൽ MR ബൈജു ആണ് കോവളത്ത് എം വിൻസെന്റ് 3857 വോട്ടുകൾ ലീഡ് ചെയ്യും. തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച നജീബ് കാന്തപുരം ഏതാണ്ട് 10,000 വോട്ടുകളുടെ മേൽക്കൈ നേടുന്നു എന്നതാണ്. 37-38 വോട്ടുകൾ കൃത്യമായി ഓർക്കുന്നില്ല. അത്രമേൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച നജീബ് കാന്തപുരം സ്വന്തം മണ്ഡലത്തിൽ ഇതാ ഭൂരിപക്ഷം 10,000-ന് മുകളിലേക്ക് എത്തിക്കുന്നു. പാലക്കാട് വീണ്ടും ശോഭാ സുരേന്ദ്രൻ മുന്നിലെത്തുന്നു. ഇപ്പോഴിതാ NDAയുടെ ടാലി 1-ൽ നിന്ന് 2-ലേക്ക് വീണ്ടും മാറാൻ സമയമായിരിക്കുന്നു. പാലക്കാട് 2,728 വോട്ടുകൾക്ക് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. ശോഭാ സുരേന്ദ്രൻ 2,728 വോട്ടുകൾക്ക് പാലക്കാട് ശോഭ മുന്നിൽ. ഒരു ഘട്ടത്തിൽ രമേശ് പിഷാരടി മുന്നിൽ വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ശോഭ മുന്നിൽ എന്ന് വേണം കരുതാൻ. പക്ഷേ അവിടെ ഒരുപാട് കണക്കുകൾ നമുക്ക് ബാക്കിയുണ്ട്. അവസാനം എണ്ണുന്ന മേഖലകളിലൊക്കെ കോൺഗ്രസിന് ആധിപത്യമുള്ള മേഖലകളാണ്. അതുകൊണ്ട് ശോഭയുടെ ഭൂരിപക്ഷം ഇപ്പോൾ വീണ്ടും എന്താ സംഭവിക്കുന്നത്? പാലയിൽ മാണി സി കാപ്പൻ ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്നു. 5000-ലേക്ക് മാണി സി കാപ്പന്റെ ലീഡ് ഉയരുന്നു. പാലയിൽ മാണി സി കാപ്പൻ UDF മന്ത്രിസഭയിൽ മന്ത്രിയായൊക്കെ ക്ലെയിം ചെയ്യാനുള്ള ഒരാളാണ്. മാണി സി കാപ്പൻ 5000-ലേക്ക്. തീർച്ചയായും അതായത് കേരള കോൺഗ്രസിന് കനത്ത തിരിച്ചടി. അതുമാത്രമല്ല ഇപ്പോഴിതാ ജോസ് കെ മാണിക്ക് ഒരിക്കൽ കൂടി വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അതും മാണി സി കാപ്പൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തഗ് ഡയലോഗുകൾ കൊണ്ട് ഇട്ടതാണ്. പ്രത്യേകിച്ച് തോറ്റുപോയാൽ അല്ലെങ്കിൽ എതിരാളികൾ ലഡുമേടിച്ചുവെങ്കിൽ പകുതി വിലയ്ക്ക് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ അതേ മാണി സി കാപ്പനാണ് ഇത്തവണ വീണ്ടും ഒരിക്കൽ കൂടി ജോസ് കെ മാണിയെ വിറപ്പിക്കുന്നത്. KPCC ആസ്ഥാനത്ത് കേക്ക് മുറിക്കുന്നു. വലിയ കേക്കാണ്. 10,000 12,000 പ്രവർത്തകരുണ്ട്. എല്ലാവർക്കും ഓരോ ചെറിയ പീസ് വെച്ചെങ്കിലും കൊടുക്കണം. വലിയ കേക്കാണ്. വലിയ കേക്ക് മുറിക്കുന്നു. KPCC ആസ്ഥാനത്ത് ത്രിവർണ്ണ പതാക. തളിപ്പറമ്പിൽ 3-ാം റൗണ്ടിലും TK ഗോവിന്ദൻ മുന്നിൽ. KPCC ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ആഘോഷം പങ്കുവെക്കാൻ എത്ര നാളായി അവർ കാത്തിരിക്കുന്നു. ഈ മധുരം വിതരണം ചെയ്യാൻ അവർ എത്ര നാളായി കൊതിച്ചിട്ടുണ്ടാകും. അതാണ് സണ്ണി ജോസഫ്, കൊടിക്കുന്നിൽ സുരേഷ്, രമേശ് ചെന്നിത്തല, അവരെല്ലാം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാവരും വലിയ ആഘോഷ തിമിർപ്പിൽ തന്നെയാണ്. ഇന്ദിരാഭവന് മുന്നിൽ ഇപ്പോൾ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് തടിച്ചുകൂടിയിട്ടുള്ളത്. അവരവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ത്രിവർണ്ണ മാതൃകയിലുള്ള കേക്ക് മുറിച്ചുകൊണ്ട്, അതായത് പാർട്ടി കൊടിയുടെ മാതൃകയിലുള്ള കേക്ക് മുറിച്ചുകൊണ്ട് അവർ ചന്ദ്രൻ തില്ലങ്കേരി മട്ടന്നൂരിൽ മുന്നിൽ മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരി മുന്നേറ്റങ്ങൾ. അതായത് CPIM-ന്റെ പിന്നിൽ പോയിരിക്കുന്നത് അത് ശക്തമായ വികാരമാണ്. അത് KK ശൈലജയെ പണി കൊടുത്തതിനുള്ള തരംഗമുണ്ടോ എന്ന് പ്രവചിക്കാൻ പറ്റാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തരംഗമല്ല ഇത്. ഇതൊരു സുനാമി പോലെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അത്രമേൽ വലിയ തിരിച്ചടി LDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. തരത്തിലുള്ള വലിയ തിരിച്ചടി, അതും പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങളിൽ ആണ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ധർമ്മടത്ത് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞെട്ടിക്കുന്നു. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ 3853 വോട്ടുകൾക്ക് കോട്ടകളാണ്. ഒരു ഘട്ടത്തിൽ പോലും രാഷ്ട്രീയ എതിരാളികൾക്ക് പിടികൊടുക്കാത്ത കോട്ടകളിൽ ഇതാ UDF-ന്റെ പടയോട്ടമാണ് കാണാൻ സാധിക്കുന്നത്. മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരി 742 വോട്ടുകൾക്ക് ഈ റൗണ്ടിൽ മുന്നിട്ട് നിൽക്കുന്നു. മട്ടന്നൂരിൽ TK ഗോവിന്ദന്റെ ഭൂരിപക്ഷം 3835 തളിപ്പറമ്പിൽ. TK ഗോവിന്ദന്റെ ഭൂരിപക്ഷം 3835 തളിപ്പറമ്പിൽ. കോട്ടകളിലെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.